അനിൽകുമാർ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ടെലിഫോൺ ലൈനിലുണ്ട്. അനിൽകുമാർ, ഒടുവിൽ പ്രതീക്ഷിച്ചത് സംഭവിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും CMRL-നെ കൈവിട്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വഴി ക്ലിയർ ആയിരിക്കുകയാണ്. ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ വീണ തൈക്കണ്ടിയിൽ സമൻസ് കൈപ്പറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ ചോദ്യം ചെയ്യലിന് വിധേയയാകേണ്ടി വരും. വീണ തൈക്കണ്ടിയിലെന്നല്ല, നമ്മുടെ രാജ്യത്തെ ഏതൊരു പൗരനും ഏത് അന്വേഷണ ഏജൻസിക്ക് മുന്നിലും ആവശ്യപ്പെട്ടാൽ ഹാജരാവുകയും അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അക്കാര്യത്തിൽ യാതൊരു വ്യക്തതക്കുറവും CPM-നില്ല. CPM എപ്പോഴും ചോദ്യം ചെയ്തത് ഒരു വ്യക്തി, ഒരു സംരംഭക എന്ന നിലയ്ക്ക് കൃത്യമായി ബാങ്ക് അക്കൗണ്ടിലൂടെ നടത്തിയ നികുതി അടച്ച് നടത്തിയ ഒരു ട്രാൻസാക്ഷന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും കടന്നാക്രമിക്കാൻ രാഹുൽ ഗാന്ധിയും കേന്ദ്രത്തിലെ ഗവൺമെന്റും ദുരുപയോഗിച്ചതിനെയാണ് CPM ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയന്റെ മകൾ, അദ്ദേഹം മുഖ്യമന്ത്രിയാകും മുമ്പ് തന്നെ ആരംഭിച്ച ഒരു സ്ഥാപനം, ആ സ്ഥാപനം നടത്തിയ ഇടപാടുകളെ സംബന്ധിച്ച് കൃത്യമായി ബാങ്ക് അക്കൗണ്ട് ഉള്ളതാണ്. ബാങ്ക് അക്കൗണ്ടിലൂടെ നടത്തിയ ഇടപാടുകൾ കള്ളപ്പണത്തിന്റെ നിയമത്തിന്റെ പരിധി വരില്ല. ഇന്ന് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ല, അതിപ്പോ ഹൈക്കോടതി മുമ്പിലും ഡിവിഷൻ ബെഞ്ചിലും ഉന്നയിച്ച വാദമല്ലേ സാർ? അന്വേഷിക്കട്ടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ളതാണ് കോടതിയുടെ മുമ്പിലുള്ള കാര്യം. ശരി, ഇപ്പോ ഒരു പൗര അന്വേഷണ ഏജൻസി സമോൺ ചെയ്താൽ പോകണമെന്ന് പറയുമ്പോൾ അന്വേഷണ ഏജൻസി അവരുടെ മാൻഡേറ്റ് അനുസരിച്ചുള്ള സെർച്ച് നടത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഇനി എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അതൊന്നും പറ്റില്ലല്ലോ. അഭിലാഷിന് തെറ്റി എവിടെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ CMRL-ന്റെ കേസിലെ പ്രധാന വിഷയം എന്താണ്? ആ സ്ഥാപനം കള്ളപ്പണം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ സ്ഥാപനം കണക്കിൽപ്പെടാതെ രൂപയായി പണം കൈമാറിയിട്ടുണ്ട്. ഇതാണ് പ്രധാന അന്വേഷണ വിഷയം. മാധ്യമങ്ങൾ വരുമ്പോൾ പ്രധാന അന്വേഷണ വിഷയം ഏതായി മാറി? വീണ ടീയുടെ വിഷയമായി. യഥാർത്ഥത്തിൽ പ്രധാന അന്വേഷണ വിഷയം അതല്ലെന്നും ഞങ്ങൾ പ്രധാനമായി അന്വേഷിക്കുന്ന കള്ളപ്പണത്തിന്റെ ആംഗിളാണ് എന്നും ബാംഗ്ലൂർ കോടതിയിൽ ഇതേ ED തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ തന്നെ ഇത് അന്വേഷിക്കാനുള്ള അനുവാദം അവർ വാങ്ങിയെടുത്തത് അതിന്റെ ബലത്തിലാണ്. ഇവിടെ ED ചെയ്യുന്ന കുതന്ത്രം എന്താണ്? കള്ളപ്പണം കൈകാര്യം ചെയ്ത കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ചോ ഉമ്മൻചാണ്ടിയെ കുറിച്ചോ ചെന്നിത്തലയെ കുറിച്ചോ അവർ സമ്മതിച്ചിട്ട് പോലും അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നില്ല. ഇതെല്ലാം CPM ഉത്തരം പറയേണ്ട ചോദ്യങ്ങളായി അവശേഷിക്കുന്നു. CPM ഉത്തരം പറയേണ്ട ഒരു ചോദ്യം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് തിരുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് ED പോകുന്നില്ല എന്നല്ലേ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ചോദിക്കേണ്ടത്? കാരണം എന്താണ്? രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും കയ്യിൽ പണം എണ്ണി വാങ്ങിയതിന്റെ കഥയല്ലേ അതിൻ്റെ അകത്തുള്ളത്? അതല്ലേ അന്വേഷണ വിഷയം? ആ ഭാഗം അന്വേഷണം ഉണ്ടാവില്ല എന്ന കോൺഗ്രസിന് ലഭിച്ച ഉറപ്പല്ലേ കേരളത്തിലെ അന്വേഷണം ഉണ്ടാകില്ല എന്ന് എന്തായാലും അന്വേഷണ ഏജൻസി പറഞ്ഞല്ലോ. അന്വേഷണ ഏജൻസി ഈ റെയ്ഡ് കഴിഞ്ഞ് നടത്തിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഫേക്ക് പേയ്മെന്റ്സ്, ഫേക്ക് എക്സ്പെൻസ് 130 കോടിയുടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഞങ്ങൾ അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും അഭിലാഷം ഇപ്പൊ ക്ലിയറായി. 130 കോടി രൂപയുടെ ഫേക്ക് ഇടപാടുകളെ കുറിച്ചാണ് അന്വേഷിക്കുന്നെങ്കിൽ ഇവിടെ ആർക്കാ തർക്കം? ഇത് അന്വേഷിക്കണമെന്നല്ല ഞങ്ങളുടെ വാദം. നിങ്ങള് നികുതി അടച്ചൊരു സംരംഭകൻ നടത്തിയ ഇടപാടിനെ കുറിച്ച് ED അന്വേഷിക്കുന്നു. മറുഭാഗം അന്വേഷണം നടത്തിയല്ലോ. അതും കേരള സർക്കാർ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് അന്വേഷിച്ച് കംപ്ലൈന്റ് ഫയൽ ചെയ്ത ഒരു വിഷയമാണ്. അത് ED അന്വേഷിക്കുന്നു. ഒപ്പം ഈ CMRL എന്ന് പറയുന്ന കമ്പനി നടത്തിയിട്ടുള്ള മുഴുവൻ ഫേക്ക് പേയ്മെന്റ്സും അന്വേഷിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ ഫേക്ക് പേയ്മെന്റ് ഇല്ലാതാവില്ലല്ലോ. ഇനി അങ്ങ് പറഞ്ഞല്ലോ ആദ്യത്തെ ഫേക്ക് പേയ്മെന്റ്, അവിടെ ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? കേരളത്തിലെ വിവിധ വിജിലൻസ് ഏജൻസികൾ നടത്തിയ അന്വേഷണം, കോടതിയിൽ കൊടുത്ത കേസ്, ഇതിലെല്ലാം കണ്ടെത്തിയ കാര്യം എന്താണ്? കേരള സർക്കാരിന്റെ 10 കൊല്ലത്തെ പിണറായി സർക്കാരിന്റെ 2 സർക്കാരുകളുടെ കാലത്തും യാതൊരു അനുകൂല നടപടിയും അവർക്ക് അനുകൂലമായി എടുത്തിട്ടില്ല. ഈ CMRL കമ്പനിക്ക് അനുകൂലമായി എടുത്തിട്ടില്ല എന്നല്ലേ കോടതി വിധി. ആ കോടതി വിധി ആർക്കെങ്കിലും മൂടി വെക്കാൻ കഴിയുമോ? അപ്പൊ ഏതെങ്കിലും ഒരു സർവീസില് കേരള സർക്കാർ കൊടുത്ത വഴിവിട്ട ഒരു കാര്യത്തിന്റെ പ്രതിഫലമല്ല ഈ വീണയുമായി ബന്ധപ്പെട്ട് 2010 ആരംഭിച്ച സാമ്പത്തിക ഇടപാടുകൾ എന്ന കാര്യം തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്നിട്ടും അതിൽ കടന്നാക്രമണം CPM നടത്തുന്നത്, അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. മറുഭാഗത്ത് അന്വേഷണം നടക്കട്ടെ, കള്ളപ്പണം വീട്ടിൽ കൊണ്ടുപോയി എന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ?
ഇതിലൊന്നും ഇപ്പൊ ഹൈക്കോടതിയിലെ കേസിനകത്ത് ടി വിയുടെ കക്ഷിയല്ല, ഞങ്ങളാരും കക്ഷികളല്ല. അതുകൊണ്ട് സ്വതന്ത്ര അന്വേഷണം നടത്തട്ടെ. പക്ഷെ ED നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമാണ് അന്വേഷണം നടത്തുന്നുള്ളത് വേദാന്തയുടെ ഓഫീസിൽ നിന്നെടുത്ത റെയ്ഡ് തെളിയിക്കുന്നുണ്ട്. ഇപ്പോ എന്തുകൊണ്ടാണ് വേദാന്തയിൽ റെയ്ഡ് നടത്തിയെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ദുരുപയോഗിക്കപ്പെടുകയാണ്. കേരളത്തിലും ദുരുപയോഗിക്കാൻ ശ്രമം ഉണ്ടാകും. അതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് രാഷ്ട്രീയമായിട്ടുണ്ടാകും. നിയമപരമായിട്ട് വ്യക്തികളെന്ന നിലയ്ക്കാണ് ആ ചെറുത്തുനിൽപ്പ് നടത്തുക. അത് നടത്തുകയും ചെയ്യും. ശരി, വളരെ നന്ദി ഷാനിൽകുമാർ. CPM നിലപാടാണ് ഷാനിൽകുമാർ സൂചിപ്പിച്ചത്.